فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് ഉറപ്പിച്ചതാണ്. അവധിയോ സമയമോ നമുക്ക് നമ്മുടെ അറിവിൽപ്പെട്ടതല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ഉണർത്തുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന അറിവുകളിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന വേളയിൽ അവൻ അനുഭവിക്കുന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നഫ്സു ത്വയ്യിബിൻ്റെയും നഫ്സുൽ ഖബീസിൻ്റെയും മരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിവരിച്ചത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ ഖൽബുകളിൽ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഉണ്ടാവുന്ന ചിന്തയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നാം മുത്തഖിയായി, മുഅ്മിനായി എനിക്ക് മരിക്കണം എന്ന ബോധം, ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പലപ്പോഴും മനുഷ്യൻ അത്തരം ചിന്തകളിൽ നിന്ന് മാറിപ്പോകാറുണ്ടെങ്കിലും, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ മറന്നു പോകാറുണ്ടെങ്കിലും, ഖൽബിൻ്റെ ഉള്ളിലുള്ളൊരു മോഹമാണ്, എൻ്റെ പരലോകം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ, അവിടെ എനിക്ക് വിജയിക്കണമെന്നൊരു താല്പര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ എത്തിപ്പെടണമെങ്കിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ പ്രാവർത്തികമായി കൊണ്ടുവന്ന ഒരു മേഖലയാണ്
ഇസ്ലാമിക രംഗത്ത് നമ്മൾ നമ്മുടെ കൽബിൽ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രാർത്ഥനയിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തരുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രംഗം പറയുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് അധികാരം നൽകി, എനിക്ക് അധികാരം ഈ ഭൂമിയിൽ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, മറ്റുള്ളവർ കണ്ട സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിട്ടുണ്ട് റബ്ബേ. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രക്ഷിതാവായ റബ്ബേ, അൻത വലിയ ഫിദ്ദുനിയാ വൽ ആഖിറ, അൻത വലിയ, നീയാണ് എൻ്റെ സംരക്ഷകൻ. പടച്ച റബ്ബേ, നീയാണ് എൻ്റെ സഹായി. ഫിദ്ദുനിയാ വൽ ആഖിറ, ആഖിറത്തിലും ഈ ദുനിയാവിലും നീയാണ് എൻ്റെ സഹായി എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എന്താ? ആ പ്രാർത്ഥനയുടെ കാമ്പ് നോക്കി നിങ്ങൾ. ഈ ദുനിയാവിൽ നീ എനിക്ക് രാജാധിപത്യം നൽകി, എനിക്ക് ആധിപത്യം അല്ലെങ്കിൽ എനിക്ക് നീ അധികാരം നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകി. അതുകൊണ്ട് ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രക്ഷിതാവായ റബ്ബേ, അൻത വലിയ ഫിദ്ദുനിയാ വൽ ആഖിറ, ആഖിറത്തിലും ഈ ദുനിയാവിലും നീയാണ് എൻ്റെ സഹായി. അതുകൊണ്ട് നാഥ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, റബ്ബേ തവഫനി മുസ്ലിമ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം റബ്ബേ. ഈ ഭൂമിയോട് ഞാൻ വിട പറയുന്ന നേരത്ത് എനിക്ക് മുസ്ലിമായി മരിക്കണം. മാത്രമല്ല വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നാളെ റബ്ബേ നിന്റെ കോടതിയിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ കന്നി ചേർക്കണമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മോഹവും അതാണ്. എനിക്ക് മുസ്ലിമായി മരിക്കണമെന്നും പരലോകത്തിൽ രക്ഷപ്പെടണമെന്നതുമാണ് നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുള്ള മോഹം. ആ മോഹമുള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ച ജുമുഅക്ക് ഒന്നാമത്തെ സ്വഫിലെത്തണമെന്ന മോഹത്തോടെ നമ്മൾ ഈ വെള്ളിയാഴ്ചകളിൽ ജുമുഅക്ക് പള്ളിയിൽ വരുന്നത്. ഒരു വക്തും എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടുകൂടാ എന്ന് നമ്മൾ കൊതിക്കുന്നത്, എൻ്റെ ജീവിതം പാഴായിക്കൂടാ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉള്ളതിൽ നിന്ന് കഴിവനുസരിച്ചുകൊണ്ട് സ്വതക്കകൾ ചെയ്യുന്നത്, സഹോദരങ്ങളെ സുന്നത്ത് നോമ്പുകളും ഫർളായ നോമ്പുകളും നമ്മൾ അനുഷ്ഠിക്കുന്നത് ഈ ചെറിയ മോഹം നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന തുടരണം. നോക്കൂ നിങ്ങൾ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമെന്നാണ്. എന്തേ കാരണമെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന, ഒരു മനുഷ്യൻ, നോക്കൂ നിങ്ങൾ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ദുനിയാവിൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കും, സ്വർഗത്തിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യും, അതിനുവേണ്ടി അവർ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ദുനിയാവിൽ ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകൾ, അങ്ങനെ ചില ആളുകളുണ്ട്. ആഖിറത്തിന്റെ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഫീമാ യബ്ദഉ ലിന്നാസി ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജീവിതം മുഴുവനും സ്വർഗത്തിന് വേണ്ടി ജീവിച്ചിട്ട് മരണത്തിനോടടുക്കുന്ന കാലം വരുമ്പോൾ, ഈ ദുനിയാവിനോട് വിട്ടുപിരിയാനുള്ള സമയമാകുമ്പോൾ അവരുടെ ജീവിതം നേരെ തലതിരിയും ചില ആളുകളുടേത്. എന്തിനു വേണ്ടി? ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ ആഖിറത്തിനെ മറന്നുപോകുന്ന മനുഷ്യന്മാരുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർ തലതിരിഞ്ഞു പോകും. എന്നിട്ട് അവർ റബ്ബിൽ നിന്ന് അകലുകയും നരകത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അവർ നരകത്തിന്റെ ആളുകളാണ്, അഹ്ലിന്നാർ, അവർ നരകത്തിന്റെ ആളുകളായി മാറുക മാത്രമല്ല ഫയദ്ഖുലുഹാ,
അവർ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു നമ്മളെ അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി തിരിച്ചും പറഞ്ഞു, ചില ആളുകൾ തോന്നിവാസങ്ങൾ ചെയ്യും, കുഫറിന്റെ പ്രവർത്തനങ്ങളുമായി ജീവിക്കും. അവസാന കാലഘട്ടം അടുക്കുമ്പോൾ ഖൽബിൽ ഈമാൻ വർദ്ധിക്കുകയും തൗബ ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങൾ സ്വീകരിച്ച് മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളായി ചില ആളുകൾ മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ ഈ ഹദീസിലുള്ളൊരു സന്തോഷ വാർത്തയാണ്. എത്ര തെറ്റ് ചെയ്താലും ശരി, റബ്ബിന്റെ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയാൽ അവന് രക്ഷയുണ്ട് എന്ന പാഠം സഹോദരങ്ങളെ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ മനുഷ്യരുടെ പര്യവസാനങ്ങളെ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ വിഭാഗങ്ങളെ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. ഒന്ന്, മുഅ്മിനൻ സ്വാലിഹൻ, മുഅ്മിനും സ്വാലിഹുമായി ജീവിക്കും. ഫലമ്മാ ഖറബ അജലഹു ഇസ്ദാദ ഇജ്തിഹാദൻ ഫിൽ ഇബാദ. ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പണ്ഡിതന്മാർ പറയാൻ, ജീവിതകാലത്ത് സ്വാലിഹും മുഅ്മിനുമായി അവർ ജീവിക്കും. അവസാന കാലം അവരിലേക്ക് അടുത്തു വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഇസ്ദാദ ഇജ്തിഹാദൻ ഫിൽ ഇബാദ. ഇബാദത്ത് അവർ വർദ്ധിപ്പിക്കും, പുണ്യങ്ങൾ കൂടുതൽ ചെയ്യും. ജീവിതകാലം മുഴുവൻ മുഅ്മിനായി ജീവിച്ചു, മുത്തഖിയായി ജീവിച്ചു. മരണത്തോടടുക്കുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ ഇബാദത്ത് ചെയ്യും, കൂടുതൽ നന്മ ചെയ്യും, നിസ്കാരത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ. അങ്ങനെ ഒരു കൂടുതൽ ഇബാദത്തിലേക്ക് അവർ അടുത്തു വരും. അങ്ങനെ ചില ആളുകൾ ഉണ്ടാകുമെന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന സമയം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഅ്തികാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനത്തെ ഇഅ്തികാഫിൻ്റെ പ്രത്യേകത പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ പ്രവാചകന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ഖുർആൻ ഓതുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 2 തവണ പാഠം നോക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. സാധാരണ ഒരു തവണയാണ് ജിബ്രീൽ ഓതിക്കൊടുക്കാറുള്ളതെങ്കിൽ ആ റമളാനിൽ അള്ളാഹുവിൻ്റെ റസൂൽ 2 തവണ ഓതിക്കൊടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹിന്റെ ഹജ്ജത്തുൽ വിദാ, റസൂലുള്ളാഹിന്റെ ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറയാറുണ്ട്, മാ അറാ ദാലിക ഇല്ലക്തിറാബി അജലിഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈ ഹജ്ജിനെ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായി കൊണ്ടാണ് ഈ ഹജ്ജിനെ ഞാൻ കാണുന്നതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടെന്ന് ഹദീസുകളിൽ കാണാം. സഹോദരങ്ങൾ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതായത് ജീവിതകാലം മുഴുവനും നന്മയിൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കും, മരിക്കുമ്പോൾ കൂടുതൽ ഇബാദത്ത് ചെയ്ത് കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് ഭൂമിയോട് വിട പറയുന്ന ആളുകൾ. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു വിഭാഗം ആരാന്നറിയോ? കാഫിറൻ ഫാസിഖൻ. ദുനിയാവിൽ അവർ കാഫിറും ഫാസിഖുമായി അവർ ജീവിച്ചു, കുഫറിന്റെ ആളുകളായി തെമ്മാടികളായി അവർ ജീവിച്ചു. ഫലമ്മാ ഖറബ അജലഹു, അവരുടെക്ക് അജൽ അടുത്തപ്പോ, മരണം അവരിലേക്ക് അടുത്തു വന്നപ്പോ, അസ്ലമ വതാബ. അസ്ലമ, അവർ ഇസ്ലാം സ്വീകരിച്ചു. വതാബ, അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തു. മരണം അടുത്തപ്പോൾ ജീവിതം മുഴുവനും അങ്ങനെയാണ്. പക്ഷേ മരണത്തിനോട് അടുത്ത കാലം അവരിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം, അവർക്കൊരു മാറ്റമുണ്ടായി. അവരറിയാതെ അള്ളാഹു അവരെ മാറ്റുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ അങ്ങനെ അവർ മാറുന്ന ആളുകളെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം, അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയും അവർക്ക് അല്ലാഹു സ്വർഗം നൽകുകയും ചെയ്യുമെന്നാണ്. നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഉപമ പറയുന്നത് 100 ആളുകളെ കൊന്ന വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുത്തതുപോലെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ വിഭാഗം, ആ വിഭാഗമാരാൻ? ഒന്ന് പറഞ്ഞു, മുസ്ലിമായി മുത്തഖിയായി ജീവിച്ചു, കൂടുതൽ അമല് ചെയ്തുകൊണ്ട് മരിച്ചു. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, കാഫിറും ഫാസിഖുമായി അവർ ജീവിച്ചു, മരണത്തിനോടടുക്കുന്ന കാലം വന്നപ്പോൾ അവർ തൗബ ചെയ്ത് ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിൽ മുഴുകി ജീവിച്ചു. മൂന്നാമത്തെ വിഭാഗം കാഫിറൻ ഫാസിഖൻ, ദുനിയാവിലെ ജീവിതം അവരുടേത് കാഫിറും ഫാസിഖുമായിട്ടാണ് അവർ ജീവിച്ചത്. എന്നാൽ ഫസ്ദാദ കുഫ്റുഹു, മരിച്ചതും അതേ കുഫറിൽ തന്നെയാണ്. മരണം അവരിലേക്ക് കടന്നു വന്നതും ആ കുഫറിന്റെ കാലം അവരുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന കാലത്ത് തന്നെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
പ്രിയമുള്ള സഹോദരങ്ങളെ, നാലാമത്തെ വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. മൻ കാന ഫീ ഹയാതിഹി മുഅ്മിനൻ സുമ്മ കഫറ ഔ സാലിഹൻ സുമ്മ ഫസഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാചകമാണ് മൻ കാന ഫീ ഹയാതിഹി, ഹയാത്തുള്ള കാലഘട്ടത്തിൽ, ജീവിത കാലഘട്ടത്തിൽ മുഅ്മിനൻ, അവർ മുഅ്മിനായിരുന്നു, എന്നാൽ മരണത്തിനോടടുത്തപ്പോൾ സുമ്മ കഫറ, അവർ കാഫിറായി മാറുകയും ചെയ്തു. കാഫിറായി മാറുക, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി പറയണം എന്നിട്ട് പണ്ഡിതന്മാർ പറയണം ഔ സ്വാലിഹൻ, അവർ സ്വാലിഹായി ജീവിച്ചു, അല്ലെങ്കിൽ സുമ്മ ഫസഖ, എന്നിട്ട് തെമ്മാടിയായി മരിച്ചു പോവുക. ഇങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരും ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 117-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നുപോയാൽ, മുർത്തദ്ദായി പോയാൽ. എന്താ മുർത്തദ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിൽ നിന്ന് നിരീശ്വരവാദികളും നിർമ്മതവാദികളും ലിബറൽ ചിന്താഗതികളും കൊണ്ടു നടക്കുന്ന ആശയങ്ങളെ കൽബിൽ പേറുന്ന മനുഷ്യന്മാരുണ്ട്. അതിനൊന്നും വലിയ തെറ്റില്ല എന്ന് ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള മുർത്തദ്ദായി ദീനിൽ നിന്ന് പിഴച്ചു പോകുന്ന കക്ഷിത്വങ്ങളിലേക്ക് അവർ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾ അതേപോലെ തന്നെ അവർ കാഫിറായി കൊണ്ട് മരിക്കുകയും ചെയ്താൽ ഇഹത്തിലും പരത്തിലും, ഇഹലോകത്തും പരലോകത്തും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. ചമ്മാടിയായി ദീനിൽ നിന്ന് അകന്നുകൊണ്ട് ഒരാൾ മരിച്ചാൽ സഹോദരങ്ങൾ, അവൻ്റെ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും. മാത്രമല്ല അവർ നരകത്തിൻ്റെ ആളുകളായിരിക്കും. നരകത്തിലേക്ക് അവർ പ്രവേശിക്കുക, നരകത്തിൻ്റെ ആളുകളായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും, ശാശ്വതന്മാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മളെ വിശ്വാസം എന്താണെന്ന് ശരിക്കും പഠിക്കണം. അള്ളാഹിൻ്റെ ദീൻ എന്താണെന്ന് നമ്മൾ ശരിക്കും പഠിക്കണം. മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മുന്നോട്ട് പോകണം. ആലോചിച്ച് നോക്കി നിങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറുപ്പക്കാരൻ മരിക്കാനായ സമയത്ത് അയാളുടെ അടുക്കലേക്ക് കയറി ചെന്നു. ഒരു യുവാവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആ ചെറുപ്പക്കാരൻ്റെ അടുക്കലേക്ക് കയറി ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന ചെറുപ്പക്കാരനോട് നിന്റെ അവസ്ഥ എന്താണ്? ഇപ്പം നിന്റെ അവസ്ഥ എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, റസൂലേ, എനിക്ക് പേടിയാകുന്നു നബിയെ, എന്നാൽ പ്രതീക്ഷയുമുണ്ട്. പേടിയും പ്രതീക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇത്തരം ഒരു അവസ്ഥയിൽ ഒരാളുടെ കൽബിൽ ഈ രണ്ട് വികാരങ്ങൾ ഒരുമിച്ച് കൂടിയാൽ, പേടിയും പ്രതീക്ഷയും ഒരുമിച്ച് കൂടിയാൽ, ഏത് അങ്ങനെയുള്ള പേടിയും പ്രതീക്ഷയും ഒരാൾക്ക് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാളുടെ ഹൃദയത്തിൽ പിടികൂടിയ പേടിയിൽ നിന്ന് അയാൾക്ക് അല്ലാഹു സംരക്ഷണം നൽകും. അയാൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു അയാൾക്ക് നൽകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? സക്കറാത്തിൻ്റെ ഹാലിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പേടി എന്താ? അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നെ പിടികൂടുമോ എന്ന പേടി, അള്ളാഹുവിൻ്റെ നരകം എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്ന പേടി, സ്വർഗം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി ഒരാളുടെ ഹൃദയത്തിൽ പിടികൂടിയാൽ, അള്ളാഹു ആ നേരത്ത് അങ്ങനെ ഒരാളുടെ ഹൃദയത്തെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അയാളുടെ ആ പേടിയിൽ നിന്ന് അയാൾക്ക് അള്ളാഹു സംരക്ഷണം നൽകുന്നതാണ്. പിന്നെ അയാളുടെ പ്രതീക്ഷ എന്താ? സ്വർഗമുണ്ടല്ലോ, ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ വിശ്വാസം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പ്രതീക്ഷയോടുകൂടിയാണെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അത്തരം മരണത്തെക്കുറിച്ചാണ് ഇസ്ലാമിക ലോകം പറഞ്ഞത് ഹുസ്നുൽ ഖാത്തിം, ഏറ്റവും നല്ല മരണം. നല്ല മരണം ഹുസ്നുൽ ഖാത്തിം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗം അതാണ്. അതുകൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ, സഹോദരങ്ങളെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ അറാദല്ലാഹ്, അല്ലാഹു തആല
ഉദ്ദേശിച്ചാൽ, എന്തുദ്ദേശിച്ചാൽ? ബിഅബ്ദിൻ ഖൈറാ, ഒരടിമക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്തഅമലഹു, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മനിബിഡനാക്കും, അല്ലെങ്കിൽ പിന്നെ കർമ്മനിരതനാക്കി റബ്ബ് അവനെ മാറ്റും. കർമ്മനിരതനാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖീല കൈഫ യസ്തഅമിലുഹു, കർമ്മനിരതനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഫ്തഹു ലഹു അമലൻ സ്വാലിഹാ ബൈന യദൈഹി മൗതിഹി ഹത്താ യർലാ അൻ ഹൗലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ്റെ കൂടെയുള്ള ആളുകൾ, ഒരു മനുഷ്യൻ കൂടുതൽ അമൽ ചെയ്യും, അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് മനസ്സിന് തൃപ്തി തോന്നുന്ന രൂപത്തിൽ അയാളുടെ അമലുകൾ വർദ്ധിപ്പിക്കാൻ, കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നൽകുന്നതാണ്. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് കൂടുതൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് പടച്ചോൻ, അതിനുള്ള കവാടങ്ങളൊക്കെ റബ്ബ് തുറന്നു കൊടുക്കും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു മുസ്ലിമായി ഭൂമിയോട് വിട പറയണം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മരണങ്ങളുടെ ലക്ഷണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്നാമത്തെ വ്യക്തി അന്നുതുഖുഹു ബിശഹാദ, ഷഹാദത്ത് ഉരുവിട്ടുകൊണ്ട് മരിക്കുക. അങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവൻ്റെ മരണം നല്ല മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമ്മൾ ഒരാൾ മരിക്കാനായി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ കലിമ ചൊല്ലിക്കൊടുക്കാൻ, കലിമത്തു ഷഹാദയൊക്കെ ഉരുവിട്ട് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും അടുത്തു പോയി നിന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. സഹോദരങ്ങളെ, ആ ഷഹാദത്ത് കലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മൻ കാന ആഖിറു കലാമിഹി, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവന് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ സഹോദരങ്ങൾ ഏറ്റവും ആളുകൾ ഇതിൽ നിന്നൊക്കെ വിട്ടകന്നു പോവുകയാണ്. അതായത് ഈ മരിക്കുന്ന പല മരണങ്ങളും ICUവിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ്, വെന്റിലേറ്ററിൽ കിടന്നിട്ടാണ്. ഒരു കലിമ ചൊല്ലിക്കൊടുക്കാൻ കൂടെ ആളില്ലാതെ, കുടുംബങ്ങളില്ലാതെ, അത് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ആളുകളില്ലാതെ മരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ അധികരിച്ചുകൊണ്ടിരിക്കുക. വിദഗ്ധന്മാരായ ഡോക്ടർമാർ വന്നിട്ട് പറയണം ICUവിൽ ഇടണമെന്ന് പറഞ്ഞാൽ ഇടല്ലാതെ രക്ഷല്ല, അതല്ലാതെ രക്ഷല്ല. അങ്ങനെ പക്ഷെ അതിൽ നിന്നിട്ട് പോരാനും നമുക്ക് മനസ്സില്ല. അങ്ങനത്തെ ഒരു തവക്കുലും ഈമാനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള മരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്തു ഷഹാദ ഉരുവിട്ടുകൊണ്ട് മരിച്ചാൽ അയാളുടെ മരണം നല്ല മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലേ? അതിന് അല്ലാഹുവിൻ്റെ തൗഫീഖ് വേണം. കലിമ ചൊല്ലണമെങ്കിൽ തൗഫീഖ് ഉണ്ടാവണം. അതേപോലെ തന്നെ ആ ഷഹാദത്ത് കലിമനുസരിച്ച് ജീവിക്കും വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ചൊല്ലി മരിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവിന് ചൊല്ലിക്കൊടുത്തു, യാ ഹമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുതബങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, പിതൃവിയാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ കലിമത്ത് ചൊല്ലാതെ, ഷഹാദത്ത് കലിമ ചൊല്ലാതെ മരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അതിനെതിരായൊരു വാക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മരിച്ചതെന്ന് ചരിത്രത്തിൽ കാണാം. അല്ലേ? ഇതൊരു സംഭവം. മറ്റൊരു സംഭവം ജൂതക്കുട്ടിക്ക് ചൊല്ലിക്കൊടുത്ത സംഭവം. ജൂതക്കുട്ടിക്ക് റസൂലുള്ള കലിമ ചൊല്ലിക്കൊടുത്തു. ആ കുട്ടി ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മുഖത്തേക്ക് ഇങ്ങനെ പോയി, ജൂതനായ പിതാവിൻ്റെയും മാതാവിൻ്റെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, അത്ത അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോ മോനെ. ആ മകൻ്റെ ഉപ്പാൻ്റെ നാവിൽ നിന്ന് കേട്ട ഉടനെ ആ കുട്ടി കലിമ ചൊല്ലിന. അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു റബ്ബിനോട്, അൽഹംദുലില്ലാഹ്, റബ്ബേ നിനക്കെത്ര സ്തുതിയാണ്, നിന്നെത്ര സ്തുതിച്ചാലും മതിയാവില്ല റബ്ബേ. നരകത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിന് സംരക്ഷണം നൽകിയ റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഷഹാദത്ത് കലിമ ഉരുവിട്ടുകൊണ്ട് മരിക്കാനുള്ളൊരു തൗഫീഖ് കിട്ടുക എന്നുള്ളത് അള്ളാഹു പറഞ്ഞല്ലോ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കിട്ടുന്നൊരു തൗഫീഖാണ് ബിൽ ഖൗലി സാബിത്ത്. ഖൗലു സാബിത്ത്,
അള്ളാഹു നൽകും. ദുനിയാവിലും ആഖിറത്തിലും സുസ്ഥിരമായ വാക്കുകൊണ്ട് അള്ളാഹു അവന് വിജയം നൽകും. ഒരു സ്ഥിരത പടച്ചവും കൊടുക്കുന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ ഒന്ന് നമ്മളെ വിശ്വാസം ശരിയാവണം, അഖീദ നന്നാവണം, റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം, അമലുകളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന രൂപത്തിലായിരിക്കും അയാളുടെ മരണം. എങ്ങനെയാണോ ഒരാൾ മരിക്കുന്നത് ആ രൂപത്തിലായിരിക്കും അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദായ ഒരു മുവഹിദായി ജീവിക്കാൻ, തൗഹീദിലുള്ള ഒരു വ്യക്തിയായി ജീവിക്കാനും ആ തൗഹീദിലുള്ള വ്യക്തിയായി കൊണ്ട് തന്നെ മരിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്ന് ഷഹാദത്ത് കലിമ ഉരുവിട്ടുകൊണ്ട് മരിക്കലാണ്. രണ്ടാമത്തത് മൗത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിഅർഖിൽ ജബീൽ, നെറ്റിത്തടം വിയർക്കുന്ന മരണം. ചില ആളുകൾക്ക് മരിക്കുന്ന നേരത്ത് നെറ്റി വിയർക്കും. അത് നല്ല അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നെറ്റിത്തടത്തിൽ വിയർപ്പ് കാണുന്നത് പണ്ഡിതന്മാർ അതിനെ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അത് അതേപോലെ പ്രാവർത്തികമായി ആ രൂപത്തിൽ തന്നെ സംഭവിക്കുക, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക. മറ്റൊന്ന് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഹദീസിനെ വിവരിക്കുന്ന പണ്ഡിതന്മാർ പറയാണ്, ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രയത്നിച്ച് ആ പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്നതിനിടയിൽ മരിച്ചു പോവുക. നമ്മുടെ ശരീരത്തിന് വിയർപ്പറ്റി നമ്മൾ ക്ഷീണം അനുഭവിക്കുന്നത് ദീനിനു വേണ്ടിയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിലാണ് മരിക്കുന്നതെങ്കിൽ അതൊരു നല്ല മരണത്തിൻ്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മൂന്നാമത്തെ വിഭാഗത്ത് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അയ്യമൂത യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മരണത്തിൻ്റെ അടയാളമായി എണ്ണി പഠിപ്പിച്ചതാണ്. വിശ്വാസം നന്നായി, അഖീദ നന്നായി, ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി വെള്ളിയാഴ്ചയാണ് മരിക്കണതെങ്കിൽ ആ വ്യക്തിയുടെ മരണം നല്ല മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ പകലിലോ വെള്ളിയാഴ്ച രാവിലോ രാത്രിയിലോ ആണ് മരിക്കുന്നതെങ്കിൽ, വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ജുമുഅക്ക് മുമ്പുള്ള രാത്രി, വ്യാഴാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകുന്ന രാത്രി ഉണ്ടല്ലോ, ജുമുഅക്ക് മുമ്പുള്ള രാത്രിക്കാണ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറയാം. ആ രാത്രിയിൽ ആണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പകലിലാണ്, വെള്ളിയാഴ്ച പകലിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ, ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, അള്ളാഹുവിന് ഖബറിൻ്റെ ഫിത്നയിൽ നിന്ന്, അള്ളാഹു ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവന് രക്ഷ നൽകുന്നതാണ്. നോക്കി നിങ്ങൾ. അപ്പോൾ മൂന്നാമത്തെ വിഭാഗം അതാണ്. നാലാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, അയ്യമൂത ഷഹീദൻ, അവൻ മൗത്താകുന്നത് ഷഹീദായി കൊണ്ടാണ്, ഷഹീദായി മരിക്കുക. എന്താ ഈ ഷഹീദ് എന്ന് പറഞ്ഞാൽ? ഷഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമുള്ള യുദ്ധഭൂമികളിലെ മരണം അതിൽ പെടും. ശത്രുവിൻ്റെ വാളിൻ്റെ വെട്ടേറ്റ് മരിക്കൽ യുദ്ധഭൂമികളിൽ. പക്ഷേ ഇന്ന് യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞ് കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിക ലോകത്ത്. ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് യുവാക്കളൊക്കെ ഇങ്ങനെ പിന്നെ ഒരു കുളിര് കൊള്ളിച്ചിങ്ങനെ നിർത്തിയിട്ട് യുവാക്കളൊക്കെ ഇറക്കി വിടുക. നമ്മുടെ നാട്ടിൽ പിന്നെ മറ്റു മതവിഭാഗങ്ങൾ വികാരം കൊള്ളിക്കുന്ന രൂപത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അത് ജിഹാദാന്ന് പറയുന്ന ആളുകൾ, അത് ജിഹാദല്ല, പച്ചയായ കൊലപാതകൻ. അങ്ങനെ ഒരാൾ മരിച്ചാൽ അതിന് ഷഹീദ് എന്ന് പറയില്ല. നാടിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതല്ല ശുഹദാഇൻ്റെ ഒരു ഷഹീദിൻ്റെ സ്ഥാനം. മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള അതിര് കാത്തുകൊണ്ട്, സ്വന്തം രാജ്യത്തിന് വേണ്ടി അതിര് കാക്കുന്ന, അതിൻ്റെ അതിരിൽ ചെന്ന് നിന്നുകൊണ്ട് പോരാടുന്ന പോരാട്ടങ്ങളൊക്കെ ജിഹാദിൻ്റെ കൂട്ടത്തിൽ വരും. അങ്ങനെയുള്ള ജിഹാദുകൾ, അങ്ങനെയുള്ള ആളുകൾ ആ രൂപത്തിൽ മരിക്കുകയാണെങ്കിൽ അവൻ ഷഹീദാണ്. ചില ആൾക്കാരുണ്ട് പിന്നെ ശരീരത്തിൽ ബോംബ് കെട്ടിയിട്ട് പിന്നെ മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിക്കുന്ന മനുഷ്യന്മാർ. ഇസ്ലാം അനുവദിച്ചതൊന്നുമല്ല അത്. അത്തരം പ്രവർത്തനങ്ങളൊന്നും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബദർ പോലെ ഉഹുദ് പോലെ ഉള്ള യുദ്ധഭൂമികളിലുള്ള പിന്നെ പോരാട്ടത്തിനിടയിൽ ഷഹീദാകുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഷഹീദുകളെ റസൂലുള്ളാഹി വ്യത്യസ്തമായ രൂപത്തിൽ പറഞ്ഞു.
മരണം കടന്നു വരും ചില ആളുകൾക്ക്. ഏത് രൂപത്തിൽ? മത്ഊൻ, പ്ലേഗ് പോലെയുള്ള രോഗം ബാധിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ ഷഹീദാണ്, ഷഹീദുകളുടെ കൂട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്ലേഗ് രോഗം, പടർച്ച രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ മരിക്കുക, പകരുന്ന രോഗം പെട്ടെന്ന് പിടികൂടി ആളുകൾ ഇങ്ങനെ മരിച്ചു പോവുക, പ്ലേഗുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ മരിക്കുക, അങ്ങനെയുള്ള സാംക്രമികമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് ഷഹീദിൻ്റെ മരണമാണെന്നാണ്. സഹോദരങ്ങളെ, അയാൾ ഈമാനുള്ള തഖ്വയുള്ള മനുഷ്യനാണെങ്കിൽ അയാളുടെ സ്ഥാനം അതാണ്. അതേപോലെ തന്നെ രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മബ്തൂൻ. മബ്തൂൻ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ രോഗം ബാധിച്ചു മരിക്കുക. ഒരാൾക്ക് കിഡ്നി രോഗം ബാധിച്ച് മരണപ്പെട്ടു. ശുഹദാഇൻ്റെ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. കരളിന് രോഗം ബാധിച്ചു മരിച്ചു, വയറിന് ക്യാൻസർ ബാധിച്ചു മരിച്ചു. അതൊക്കെ ശുഹദാഇൻ്റെ അല്ലെങ്കിൽ ഷഹീദിൻ്റെ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. ഈമാനും തഖ്വയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സഹോദരങ്ങളെ, ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കരൾ രോഗം, കിഡ്നി രോഗം, ലിവറിന് രോഗം ബാധിച്ചൊക്കെ മരിക്കുന്ന ആളുകളുണ്ട്. കുടല് രോഗം ബാധിച്ച് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് നഷ്ടം വന്നുകൊണ്ടുള്ള മരണങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഷഹീദാണ്. മബ്തൂൻ, വയറ് സംബന്ധമായ രോഗങ്ങൾ. അതേപോലെ തന്നെ വൽ അരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുക. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഷഹീദിൻ്റെ മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നത് ഷഹീദിൻ്റെ മരണമാണ്. കെട്ടിടം തകർന്നു മരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അതേപോലെ തന്നെ വൽ ഹരീഖ്, ഹരീഖ് എന്ന് പറഞ്ഞാൽ തീയിൽ വെന്തു മരിക്കുക. ആളിക്കത്തുന്ന തീയിൽ വീണുപോയി ശരീരത്തിലേക്ക് എടുത്തു കൊടുത്ത ആത്മഹത്യയല്ല, അങ്ങനെയുള്ള ആത്മഹത്യകളല്ല സഹോദരങ്ങളെ. തീയിൽ വെന്ത് സ്വാഭാവികമായി അറിയാതെ തീയിലകപ്പെട്ട് മരിക്കുന്ന, വീട് കത്തി അങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ പെട്ട് തീയിൽ വെന്ത് മരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായാൽ അതും ഷഹീദിൻ്റെ കൂട്ടത്തിൽ എണ്ണിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വമർഅത്തുൻ ബിഖത്ലുഹാ വലദുഹാ. ഒരു പെണ്ണ് മരിക്കുകയാണ്, ആ പെണ്ണിനെ കൊന്നതാരാ? ആ പെണ്ണിൻ്റെ കുഞ്ഞാണ്. ഒരു പെണ്ണിനെ അവളുടെ കുട്ടി കൊന്നാൽ ആ പെണ്ണ് ഷഹീദായിക്കൊണ്ട് മരിച്ചവളെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണ് ഒരു പെണ്ണിനെ ഒരു കുട്ടി കൊല്ലുക? പ്രസവത്തിൻ്റെ നേരത്തൊരു പെണ്ണ് മരിച്ചാൽ, പ്രസവം അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് മരണപ്പെട്ടാൽ ആ പെണ്ണിൻ്റെ മരണത്തെ റസൂലുള്ളാഹി ഷഹീദിൻ്റെ സ്ഥാനമാണ് എണ്ണിയത്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മരണങ്ങളായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്നു. ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു നല്ല മരണത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ രൂപങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഒരാൾ ക്യാൻസർ വന്ന് മരിച്ചാൽ ഓനെന്തോ ഒരു ശാപം കിട്ടി മരിച്ച പോലെയൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാഖ്യാനിക്കുക. ഒരാൾ തീയിൽപ്പെട്ട് മരിച്ചാൽ ഓൻക്കെന്തോ ശാപം കിട്ടിയ പോലെ. ഒരു അപകട മരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ്, അതൊരു വലിയ ഒരു അയാളെന്തോ ഒരു ശപിക്കപ്പെട്ടവനെ പോലെയൊക്കെ കാണുന്ന മനുഷ്യന്മാർ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. കുറേ ആൾക്കാർ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ചിന്താഗതികളെയൊക്കെ തച്ചുടക്കുന്ന രൂപത്തിലാണ് ഈ ഹദീസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ വിവരിച്ചു തന്ന രൂപം അതാണ്. ആലോചിച്ച്. അതേപോലെ തന്നെ ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസമുണ്ട്. രോഗിയായി ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. അഖീദ നന്നായാൽ, അമലുകൾ നന്നായാൽ, തഖ്വയുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള വകുപ്പില്ലേ? അതല്ലേ ചിന്തിക്കേണ്ടത്. കിഡ്നിക്ക് രോഗം ബാധിച്ചൊരു വ്യക്തി, അയാൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പല്ലേ? അല്ലേ? അങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ പെട്ട് തീയിൽപ്പെട്ട് മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശാപല്ല, അല്ലെങ്കിൽ അള്ളാഹുവെ ശപിച്ചു എന്നുള്ളതിൻ്റെ അടയാളല്ല. അവിടേക്ക് ആശ്വാസത്തിൻ്റെ വാക്ക്. ഈമാനും മുഅ്മിനുമായ മനുഷ്യരാണെങ്കിൽ സഹോദരങ്ങൾ അവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് പാഠമാണ്.
പൂർണ്ണമായി നമുക്ക് പറയാൻ സാധ്യമല്ലെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്നാൾ സ്വർഗത്തിലാണോ ഇന്നാൾ നരകത്തിലാണോ എന്നൊന്നും തീർത്തു പറയാനൊന്നും നമുക്ക് അവകാശമല്ല. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശൈലിയാണ് വിവരിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, അഞ്ചാമത്തെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻമാത, ഒരാൾ മരിക്കുകയാണ്. എങ്ങനെ മരിക്കണത്? അലാ ഷൈഇൻ ബഅദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസഹുല്ലാഹു അലൈഹി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിക്കുന്നത് ആ മരിക്കുന്ന രൂപത്തിലായിരിക്കും അയാൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടുക. ഒരാൾ കള്ളുടിച്ചുകൊണ്ടിരിക്കുക മരിച്ചാൽ അയാൾ കള്ളുടിച്ച രൂപത്തിൽ അള്ളാൻ്റെ കോടതിയിൽ വരും. മനസ്സിലായോ? ചോന്നിവാസ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുജൂദിൽ കിടന്ന് മരിക്കണ മനുഷ്യന്മാരുണ്ട്. നല്ല മരണത്തിൻ്റെ അടയാളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസിൽ കാണാം, മൻ മാത അലാ ഇഹ്റാമിഹി, ആരെങ്കിലും ഹജ്ജിനോ ഉംറക്കോ പോയി ഇഹ്റാമിലായിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ബുഇസു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മുലബ്ബിയൻ, അയാൾ തൽബിയത്ത് ചൊല്ലുന്നവനായി കൊണ്ടായിരിക്കും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്തിൻ്റെ വാക്ക് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് റബ്ബിൻ്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. സഹോദരങ്ങൾ, അങ്ങനെയുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് കർമ്മനിരതമായ ജീവിതം നയിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചാൽ, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കെ മരിച്ചാൽ, സഹോദരങ്ങളെ, ആ മരണം നല്ല മരണത്തിൻ്റെ അടയാളമായി പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട, നമ്മുടെ ിലേക്ക് കടന്നു വരേണ്ട ആലോചനയാണ്, എനിക്കെൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ എൻ്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി ഇബാദത്തുകൾ ചെയ്യുക, അമലുകൾ ചെയ്യുക. സൂറത്തുൽ ഫുസ്സിലത്തിലെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും നോക്കൂ നിങ്ങൾ, അല്ലാഹുവാണ് റബ്ബെന്ന് പറയുകയും സുമ്മസ്തഖാമു, എന്നിട്ട് ഇസ്തിഖാമത്തോടെ അതനുസരിച്ചുകൊണ്ട് ഉറച്ചു ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ അടുക്കലേക്ക് മലക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണനേരത്ത് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിച്ചാൽ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ അള്ളാഹു കാണണമെന്ന് അള്ളാഹുവും ആഗ്രഹിക്കുന്ന, അള്ളാഹുവും അവനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, മൻ കരിഹ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കാണുന്നതിനെ വെറുത്താൽ, കരിഹല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെ കാണുന്നതിനെയും അള്ളാഹു വെറുക്കുന്ന. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? മരിക്കാൻ ഒരാൾ വെറുപ്പ് കാണിക്കേ അല്ലെങ്കിൽ മരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയമല്ല, മറിച്ച് ഒരാൾ നന്മ ചെയ്ത് സുഹൃത്തുക്കളൊക്കെ ചെയ്ത് ഇബാദത്തൊക്കെ ചെയ്ത് നല്ല മനുഷ്യനായി ഈ ഭൂമിയോട് വിട പറയാനിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? അയാളുടെ മനസ്സിൽ അള്ളാഹുവിനെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവും. എന്നാൽ അള്ളാഹ് കൽപ്പിച്ച കൽപ്പനകളൊക്കെ ലംഘിച്ച് ജീവിച്ചൊരു മനുഷ്യൻ മരിക്കുമ്പോഴോ അയാളുടെ മനസ്സിൽ ആ വെറുപ്പുണ്ടാവുമല്ലോ, എൻ്റെ റബ്ബിനെ കാണാൻ എനിക്ക് പറ്റൂല, അതെനിക്ക് കാണണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൽബായിരിക്കും അത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള മനസ്സുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഅമൽ അമലൻ സ്വാലിഹാ, അവരവരുടെ അമലുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കട്ടെ. മാത്രമല്ല വലാ ഉശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവൻ ജീവിക്കട്ടെ. സഹോദരങ്ങളെ, രണ്ട് കാര്യമാണ് ഒന്ന് പ്രധാനമായി റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഒന്ന്, അഖീദ നന്നാവണം, തൗഹീദ് ഉണ്ടെങ്കിലേ വിജയുള്ളൂ. രണ്ട്, അമലൻ സ്വാലിഹ, ഏറ്റവും നല്ല അമലുണ്ടാവുക, ഇബാദത്തുകൾ ധാരാളം ചെയ്യുക. ഈ രൂപത്തിൽ ഭൂമിയോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പിതാവ് ചെറിയ പ്രയാസത്തിലാണ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തി കൊടുക്കുകയും പരിപൂർണമായ ഷിഫാഇനെ അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും ഒക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി രോഗങ്ങൾ കൊണ്ട് വലയുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു ഭരണത്തെ അല്ലാഹു ഈ നാടിന് സമ്മാനിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر.